എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ജയനും അജയനും നയനയൊക്കെ ഭയങ്കര സങ്കടത്തിലാണ്. കാരണം മറ്റൊന്നുമില്ല, ദേവേനി രാവിലെ എങ്ങോട്ടോ പോയേക്കുന്നു, വിളിച്ചിട്ടോട് കോൾ എടുക്കുന്നില്ല. കാരണം ഒരു പക്ഷേങ്കില് പോയിട്ടുണ്ടായിരിക്കുന്ന ആ പെൺകുട്ടീനെ കാണാനായിട്ടായിരിക്കും കരള് പകത്തു നൽകിയ ആ പെൺകുട്ടീനെ. അങ്ങനെയാണെങ്കിൽ വലിയ അപകടത്തിലേക്ക് അമ്മ പോയി ചാടുന്നേ എന്നുള്ള കാര്യമൊക്കെ നയനയ്ക്ക് മനസ്സിലായി. പിന്നീട് നയന ജയനോടും അജയനോടായിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വല്യമ്മ വലിയ ചതി, വല്യമ്മല്ല അമ്മ വലിയ ചതിയിലേക്കാണല്ലോ പോയി പെടുന്നേ, എന്ത് ചെയ്യുന്നു ചോദിക്കാം. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, അങ്ങനെ എന്തേലും ആണെങ്കിൽ ഇത് ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ആരെങ്കിലും ചതിയോട് കൂടെ ചതിച്ച് ദേവന്റെ കയ്യിലിരിക്കുന്ന പണവും സ്വർണവും ഒക്കെ കൈക്കലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം. ഉള്ള സത്യാവസ്ഥ തുറന്നു പറയണം. ഇനി ഇത് മൂടി വെച്ചിട്ട് കാര്യമില്ല മോളെ. മോളാണ് കരള് പത്ത് നൽകിയെന്നുള്ള സത്യം എല്ലാവരും മുന്നിൽ അങ്ങോട്ട് തുറന്നു പറയണമെന്ന് പറയാം. പെട്ടെന്ന് നയന പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അംഗീകരിക്കും തോന്നുന്നുണ്ടോന്ന് പറയാം. അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അവൾക്ക്. കാരണം ഇനിയിപ്പം സത്യം അതാണെങ്കിൽ പിന്നെ അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. തെളിവ് സാധ്യത നമ്മുടെ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്താ മോൾക്ക് കുഴപ്പം? വേണ്ട അച്ഛാ, അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷെ എന്നോട് ഇപ്പോഴത്തേക്കാളും ദേഷ്യം കൂടത്തുള്ളെന്ന് പറയാം. അത് മോളുടെ തോന്നല. കരള് പത്ത് നൽകിയ പെൺകുട്ടീനെ അവളിപ്പോ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മോളാന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലെന്ന് പറയണ. ആ സമയത്താണ് അനാമിക അതിലൂടെ വരുന്നത്. അപ്പൊ അനാമിക കേട്ട് ഈ പറയുന്നതിന്റെ ഒക്കെ കരള് പത്ത് നൽകിയ പെൺകുട്ടീനെ കാണാൻ പോയതാണോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കൂല, 50 ലക്ഷം രൂപ. എങ്ങനെയെങ്കിലും ആ പൈസയും തട്ടിയെടുക്കണമെന്നൊക്കെ ഓർത്തിരുന്ന ഇപ്പോഴാണ്ടേ പോയിരിക്കുന്നു. ദൈവമേ, എന്താ ഏതാന്നും അറിയത്തില്ല. അനാമിക്ക് ഒരു സമാധാനക്കേട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക്ക് പിന്നീട് രേവതിനെ വിളിക്കുകയാണ്. രേവതിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, എന്റെ മോളെ എങ്ങനെയെങ്കിലും ആ പൈസ നമുക്കൊന്ന് തട്ടിയെടുക്കണമെന്ന് ഓർത്തിരുന്നാണല്ലോ, അത് നടന്നില്ലല്ലോ എന്ന് പറയണം. അനാമിക പറഞ്ഞു, എന്ത് ചെയ്യാനമ്മേ, ആ കൃത്യസമയത്ത് തന്നെ ആ പെൺകുട്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് യഥാർത്ഥമുള്ള പെൺകുട്ടിയാന്ന് അറിയാവോ? അതൊന്നും അറിയത്തില്ല. ഒരു പക്ഷെ വല്ലവരും ചതിച്ചു കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നതാണെന്നും അറിയില്ല എന്ന് പറയണം. 50 ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ടാ പോയിരിക്കുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കോ അനാമിക്കോ സഹിച്ചില്ല. രേവതി പറഞ്ഞു, നിനക്ക് കഴിവില്ലാത്തോണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, നമുക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കാണിച്ചിട്ട് അവൾ ആ പൈസ കൊടുത്തേന്ന് പറഞ്ഞ് പറ്റിച്ച് ആ പൈസ മേടിച്ചെടുക്കാന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലമ്മേ, നടക്കാനുള്ള നടന്നെന്ന് പറയാ. ഇനി നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ മോളെ. പൈസയോ പോയി എങ്കില് സ്വർണ്ണമെങ്കിലും എങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് നോക്ക്. ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഒരു വഴി കാണുന്നുള്ളൂ. ഇനിയിപ്പോ ആ പെൺകുട്ടിയെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഉള്ള സ്വർണവും പണവും എല്ലാം മിക്കവാറും അവൾക്ക് തന്നെയേ പോകത്തുള്ളൂ. അതിന്റെ ഇടയ്ക്ക് അടിച്ചു മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാൻ നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അനാമയ്ക്ക് വലിയ ഉപദേശമൊക്കെ കൊടുക്കണം. ഈ സമയം വസന മുത്തശ്ശി നയനയുടെ അരിയിലേക്ക് വരികയാണ്. നയനയുടെ അരിയിൽ വന്നിട്ട് ദേവേനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞു, ഇതുവരെയായിട്ടും അമ്മേനെ കുറിച്ചൊരു വിവരം അറിയത്തില്ല. അമ്മ അങ്ങോട്ടാ പോയെന്നാ തോന്നേ. പക്ഷെ ഫോൺ വിളിച്ചിട്ട് അമ്മയോട്ട് എടുക്കുന്നില്ലെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, മോളൊന്ന് ആദർശനെ വിളിച്ച് പറയാൻ എല്ലാവരും ചോദിക്കുക. അച്ഛൻ വിളിച്ചിട്ടുണ്ട്, അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ആദർശനെ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. എന്നാലും ദേവയാനിക്ക് ഇത് എന്തു പറ്റി? ഇങ്ങനെ ഒരു ചതിയിൽ പോയി വീഴേണ്ടതല്ലോ അവള്. അമ്മ കുറെ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ മുത്തശ്ശി. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അമ്മയ്ക്ക് ആകാംക്ഷയായി കാണും ആ പെൺകുട്ടിയായിരുന്നു കണ്ടെത്താനായിട്ട്. അപ്പൊ ആരും ചതിച്ചുകൊണ്ടോന്നാന്ന് അമ്മയ്ക്ക് അറിയില്ലോ എന്ന് പറയാം. ദേവേനെ അങ്ങനെ പോയി കുരുക്കി പോയി വീഴുമെന്ന് എനിക്ക് തോന്നില്ല, നമുക്ക് നോക്കാന്നൊക്കെ പറയണം. ഈ സമയം ദേവേനെ അഭിയും കൂടെ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ദേവേനെ ചോദിച്ചു, ഇനി കുറെ ദൂരം ഉണ്ടോന്ന് ചോദിക്കുക. ഇത്രയും ദൂരം കൂടെ ഉള്ളൂ വല്യമ്മേന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പൊ ഒരു വീടിന്റെ മുന്നിൽ ചെന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു, ഇതാ വല്യമ്മ വീടെന്ന് പറയണേ. ഇതാണ് വീട്, വാ വല്യമ്മ ഇറങ്ങാനൊക്കെ പറയണ. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അമ്മ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ശരണ്യനെ അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോ ദേവേനോട് പറയും, ഇതാണ് ആ പെൺകുട്ടിയുടെ നയനയുടെ അമ്മയെന്ന് പറയണം. ഓ ആണോ? പിന്നീട് ബാ കയറി വരാനും പറഞ്ഞ് അകത്തേക്ക് കൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് ശരണ്യയുടെ അമ്മ പറഞ്ഞു, എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾക്ക് പണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിരുന്നു. കാരണം കരട് പാത്ത് നില അവളുടെ സ്വന്തം ജീവൻ വേണ്ടി അവള് വേറെ ആൾക്കാർക്ക് വേണ്ടി പാത്ത് നൽകും. അങ്ങനെയുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്റെ മോളെന്ന് പറയാം. ഇത് കേട്ട് ദേവേന് പറഞ്ഞു, എത്ര നാളായെന്നറിയോ ഞാൻ അന്വേഷിച്ച് നടക്കുന്നേ, പക്ഷെ ഇതുവരെയായിട്ട് ആ പെൺകുട്ടീനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നീട് അഭി പറയുമ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആ സമയം ശരണ്യയുടെ അമ്മ പറഞ്ഞു, അയ്യോ അതെന്താന്ന് വെച്ചാലുണ്ടല്ലോ, എന്റെ മോൾക്ക് അതിനോടും താല്പര്യമില്ല പബ്ലിസിറ്റിക്കൊന്നും. അതുകൊണ്ടാണ് മോൾ ആരോടും ഈ കാര്യം പറയേണ്ടെന്നും പറഞ്ഞ്. പിന്നെ ഇതേ അഭിമാനം കണ്ടെത്തി കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾക്ക് സത്യാവസ്ഥ തുറന്നു പറയാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞെന്നുള്ളെന്ന് പറയണം.
പിന്നീട് ചല്ല മോളെന്തേന്ന് ചോദിക്കുക. ഇപ്പൊ ഞാൻ വിളിക്കാന്ന് പറയണം. അങ്ങനെ ശരണ്യനെ അങ്ങോട്ട് വിളിക്കുകയാണ്. ശരണ്യെന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേനും ദേവേന് പറഞ്ഞാൽ ശരണ്യം നയനെന്ന പേര്, പക്ഷെ ശരണ്യെന്ന് ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്നതാന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കും. പിന്നീട് ശരണ്യ അങ്ങോട്ടേക്ക് വരുവാണ്. ദേവേന് ശരണ്യെ കണ്ടത് അങ്ങോട്ട് അടുത്തേക്ക് വന്നു. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് കെട്ടിയൊക്കെ പിടിക്കണം. നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കണമല്ലോ. ദേവേനിക്കല്ലേ സത്യാവസ്ഥ അറിയത്തുള്ളൂ. അവരുടെ വിചാരം ദേവേനിക്കൊന്നും അറിയത്തില്ല, ദേവേനി ചതിയിൽപ്പെട്ടി വന്നിരിക്കുന്നതാണ് വിചാരിച്ചോണ്ടിരിക്കണേ. പിന്നീട് ദേവേനി പറഞ്ഞു ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയല്ലോ. ഞാൻ വീട്ടിലെല്ലാരും ചോദിച്ചു, ജയേട്ടനോടും അവരോടൊക്കെ ചോദിച്ചാ, പക്ഷെ അവരൊന്നും സത്യം പറയാനായിട്ട് കൂട്ടാക്കില്ലെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ശരണ്യ പറഞ്ഞു, അതെ ഈ കാര്യം ഇപ്പം ആന്റി അറിഞ്ഞെന്നുള്ള കാര്യം ആരോടും പുറത്തൊന്നും പറയണ്ട കേട്ടോ. എനിക്ക് ഇതിനൊരു പബ്ലിസിറ്റിക്കോ യാതൊരു ആഗ്രഹമില്ലെന്ന് പറയണം. അഭി പറഞ്ഞു, അത് ശരിയാ വല്യമ്മേ, ഇവരാരോടും പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം. പിന്നെ വല്യമ്മയോട് തുറന്നു പറയാതിരിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ തുറന്നറിഞ്ഞേ. വല്യമ്മയായിട്ട് ഇനിയിപ്പോ ആരോടും വീട്ടിൽ ചെന്നൊന്നും പറയണ്ടെന്ന് പറയേ. ഏയ് ഞാൻ പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. പിന്നീട് ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാം. വേണ്ട ചായയൊന്നും വേണ്ട, ചായയൊക്കെ കുടിച്ചിട്ടാ വന്നേ. അതുകൊണ്ട് ചായയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ പോണമെന്ന് പറയണം. അതിനിപ്പോ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സംശയം തോന്നും ഞാൻ എങ്ങോട്ടാ പോയെന്ന്. അതുകൊണ്ട് ഇനി അവർ സംശയിക്കുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യുവാണ്, കയ്യിലിരുന്ന് ഒരു പേഴ്സ് എടുത്തു. ആ പേഴ്സിനകത്തു നിന്ന് ഒരു ചെക്ക് എടുക്കുകയാണ്. അല്ല മുമ്പ് ഞാൻ ചെക്ക് തന്നു വിട്ടായിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് അവർ പരസ്പരം നോക്കുകയാണ്. പിന്നീട് പറഞ്ഞതേ എന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ചെക്കാണിത്, 50 ലക്ഷം രൂപയുടെ ചെക്കാ, ഇത് മോള് പിടിക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വലിയ ജാട ഇട്ടിട്ട് ശരണ പറഞ്ഞു, വേണ്ട ആന്റി, ഞാൻ ഇതിന് വേണ്ടിയിട്ടൊന്നും അല്ല കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മോളി ചെക്ക് കൈപ്പറ്റണമെന്ന് പറയണം. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഇനിയും മോൾക്ക് വേണ്ടി സഹായങ്ങൾ എന്ത് വേണം ഞാൻ ചെയ്യാം. അല്ല മോളുടെ കല്യാണം കഴിഞ്ഞില്ലെന്നല്ലേ പറഞ്ഞേ എന്ന് ശരണയുടെ അമ്മയോട് ചോദിക്കണം. അതെ കല്യാണം കഴിഞ്ഞില്ല, കുറെ കല്യാണാലോചനയൊക്കെ വന്നാ, പക്ഷെ എങ്കിൽ അതിന് വേണ്ടുന്ന പണവും കാര്യങ്ങളൊക്കെ വേണ്ടേ. അതുകൊണ്ട് കല്യാണം ഒന്നും ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുക. കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കല്യാണം നടത്താൻ. ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം, പൈസയുടെയൊക്കെ ആവശ്യം വന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി, എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരൂലോ. തൽക്കാലത്തേക്ക് ഇപ്പൊ ഈ ചെക്ക് പിടിക്കാൻ പറഞ്ഞിട്ട് ചെക്കും കൊടുക്കണം. അവസാനം ശരണ്യ മനസ്സില്ലാ മനസ്സോടെ എന്നവണ്ണം ആ ചെക്കും കൂടി മേടിക്കണം. ചെക്ക് മേടിച്ച് കൈ പിടിച്ചു. പിന്നീട് ദേവേനെ ചോദിച്ചു, അല്ല ഇതിനു മുമ്പ് ഞാൻ ആദർശിന്റെ കൈ ചെക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എന്ത് ചെയ്യേ നിങ്ങൾ അത് മേടിച്ചില്ലാന്ന് ചോദിക്കണം. അതെന്ത് ചെയ്തു കൊടുത്തു വിട്ടിട്ട് അതെന്താ ബാങ്കിൽ പ്രസന്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അമ്മ പെട്ടെന്ന് ചാടി പറഞ്ഞു, അത് പിന്നെ മോൾക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു, മോളത് കീറിക്കളയുകയും ചെയ്യുമെന്ന് പറയണം. ഇത് കേട്ടതും അഭി ആകെപ്പാടെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. കാരണം ആ ചെക്ക് കീറിക്കളഞ്ഞിട്ട് ആ ചെക്ക് വീട്ടിലേക്ക് തിരിച്ച് ആദർശാനം കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അപ്പൊ അത് അഭിക്കറിയാം, പക്ഷെ കീറിക്കളഞ്ഞെന്നാണ് ഇവര് പറയുന്നത്. പെട്ടെന്ന് ദേവേന് പറഞ്ഞു, കീറിക്കളഞ്ഞെന്നോ? അയ്യോ അങ്ങനെ കീറിക്കളഞ്ഞില്ലല്ലോ, ആദർശ് എന്റെ കയ്യിൽ അത് തിരികെ കൊണ്ട് തന്നല്ലോ എന്ന് പറയണം. അവർക്ക് പെട്ടെന്ന് അബദ്ധം മനസ്സിലായി. പെട്ടെന്ന് അവർ പറഞ്ഞു, അല്ല മോള് പറഞ്ഞ് കീറിക്കളഞ്ഞെന്നെങ്ങാണ്ടാ പറഞ്ഞേ, അത് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞ തിരികെ കൊണ്ട് തന്നായിരുന്നില്ലേ? അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു പറയാണ്. പിന്നെ പൈസയോട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ആർത്തിയൊന്നുമില്ല, കാര്യം പറഞ്ഞ് ഞങ്ങളൊന്നും ഇല്ലാത്തവരാ എന്നും പറഞ്ഞുകൊണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്നിനും ആർത്തി പിടിക്കാറൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മോളത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു തന്നെ. പിന്നെ പ്രതിഫലമൊക്കെ ആയിട്ട് വാങ്ങുന്ന അത് ശരിയായ നടപടിയല്ലോ. ഇപ്പൊ തന്നെയാണെങ്കിലും ചേച്ചി വന്നിങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ മോളെ പൈസ വാങ്ങിയെന്ന്, ആ ചെക്ക് വാങ്ങിയെന്നൊക്കെ പറയണം. എന്നാൽ ശരി ആയിക്കോട്ടെ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാനായിട്ട് മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരങ്ങോട്ടേക്ക് ഇറങ്ങണേ. അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ദേവേനെ മനസ്സിൽ പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ, ഞാൻ വെറും പൊട്ടിയാന്നോ? നിനക്കിട്ടുള്ള പണി ആ ചെക്കിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ദേവേനെ ഇറങ്ങുന്നത്. ഈ സമയം അബിയുടെ മനസ്സിലെ വിചാരം 50 ലക്ഷം രൂപ കിട്ടിയല്ലോ, 50 ലക്ഷം രൂപ കിട്ടിയാൽ ഇനിയിപ്പോ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. 40 ലക്ഷം രൂപ തനിക്ക് കിട്ടും, 10 ലക്ഷം രൂപ അവൾക്ക് കിട്ടിയാലും കുഴപ്പമില്ല. അങ്ങനെ എടുത്തോണ്ട് അബിയും ദേവേനും കൂടെ ഇറങ്ങുവാണ്. പിന്നീടാണ് ശരണ്യ ആ ചെക്കിലേക്ക് നോക്കുന്നത്. ചെക്കിലേക്ക് നോക്കുമ്പോൾ അത്തേലേക്ക് നയനാന്ന് പേരെഴുതിയിട്ടുണ്ട്. നയനെന്ന് പേരെഴുതിയ ചെക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം അങ്ങനെ ചെക്ക് കൊടുക്കുക ശരണ്യ അവളുടെ യഥാർത്ഥ പേര്. നയനെന്ന് പേരെഴുതി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ചെക്ക് മാറാനായിട്ട് പറ്റില്ലല്ലോ, അവളുടെ പേരിലല്ലോ ചെക്ക് കിടക്കുന്നത്. പെട്ടെന്ന് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നയനെന്ന് പേര് പറയുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യണം, പറ്റിയ അബദ്ധം മനസ്സിലാവുകയാണ്. ഇനിയിപ്പോ തിരികെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നും. അങ്ങനെ നല്ലൊരു ഒന്നാം തരം പണി തന്നെ ദേവേനി അവർക്കൊട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഇതൊന്നും അറിയത്തില്ലാതെ അബി ദേവേനിയുടെ ഒപ്പം പോവാണ്. അങ്ങനെ ദേവേനി വീട്ടിലേക്ക് വന്നു. ഈ സമയമാണ് അബിയുടെ ഫോണിലേക്ക് ആ കോള് വരുന്നത്. ശരണ്യെ വിളിച്ചിട്ട് കിട്ടിയ കളിയെക്കുറിച്ച് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് മനസ്സിലായി. കാരണം ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നയനെന്ന് പേരെഴുതി ചെക്ക് കൊടുത്തോണ്ട് നയനയ്ക്ക് മാത്രമല്ല ചെക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോ ശരണ്യെ ചെന്നിട്ട് ചെക്ക് മാറാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ലോ. അങ്ങനെ പെട്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്.
ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.